ജീവിതത്തിൽ എങ്ങനെയാണ് കൂടുതൽ കടബാധ്യതക്കാരാവുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ബാധ്യതയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവരുടെ വലിപ്പം, ആ വലിപ്പം കണ്ടിട്ട് നമ്മൾ അവർക്കൊപ്പം ആകാൻ ശ്രമിക്കുന്നു. അവർക്കൊപ്പം ആകണ്ട എന്നൊന്നുമല്ല, നമുക്ക് അതിനുള്ള നിലവിൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നമ്മൾ നോക്കുക. ആ കപ്പാസിറ്റി കൂട്ടുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലും അവരെ പോലെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കൊരു അതിനുള്ള വിൽ പവർ ഉണ്ടോ നമ്മൾ നോക്കണം. അതല്ലാണ്ട് മറ്റുള്ളവരുടെ അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ആ ശ്രമം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ കുഴിയിലേക്കായിരിക്കും നമ്മൾ വീഴുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു വിവാഹത്തിന് പോവുകയാണ്. ആ വിവാഹത്തിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഒരു 500 രൂപയാണെന്ന് കരുതിക്കോളൂ. അപ്പോഴാണ് നമ്മളെ അടുത്തുള്ള ഒരു വ്യക്തി അവർ 1000 രൂപയാണ് ആ കല്യാണത്തിന് കൊടുക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെയോ അറിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, നമ്മൾ 500 രൂപ കൊടുത്താൽ മോശമാകില്ലേ എന്ന് വിചാരിക്കും. ആ 500 രൂപ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ ആകെപ്പാടെ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ. അവർ 1000 രൂപ കൊടുത്തുപോയി. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അതിനു വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തികമായിട്ട് കടം വാങ്ങിക്കണം. ആ കടം നമുക്ക് തരുന്ന വലിയൊരു ബാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു കുഞ്ഞ് എമൗണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ചെറിയൊരു പൈസയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊരു 50,000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അത് പിന്നെ കടം വാങ്ങിക്കണം. ഈ കടം വാങ്ങിക്കുമ്പോൾ എന്താണ്? പലിശ ഇല്ലാണ്ട് ആരെങ്കിലും തരുമോ? നമ്മൾ അതിന് പലിശ കൂടി കൊടുക്കണം. അപ്പൊ പലിശക്കുള്ള പൈസയും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ടി വരും. 500 രൂപ കൊടുക്കേണ്ട കല്യാണത്തിന് നമ്മൾ 1000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് 500 രൂപ വാങ്ങിച്ചപ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് നമ്മൾ നോക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷം വരണമെങ്കിൽ നമുക്കുള്ളത് മാത്രം, അതുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സന്തോഷം വരും. നമ്മളിൽ 500 രൂപയുള്ളെങ്കിൽ 300 രൂപ കൊടുക്കുക. നമ്മൾ എന്തിനാണ് നാണക്കേട് വിചാരിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത്. മറ്റുള്ളവരെ നോക്കി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. ഈ 500 രൂപയിൽ 300 രൂപ നമ്മൾ കല്യാണത്തിന് കൊടുത്താലും 200 രൂപ നമുക്ക് മിച്ചമാണ്. ആ 200 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ വീട്ടിൽ ആഹാര സാധനങ്ങൾ വാങ്ങിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ പൈസക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരുപാട് പൈസ കടം വാങ്ങിക്കാതിരിക്കുക. ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ശ്രമിച്ചു നോക്കൂ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് ധനം ഉണ്ടാക്കാൻ പറ്റും. മറ്റുള്ളവർ ഉണ്ടാക്കിയത് പോലെ തന്നെ നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴും നമ്മളൊന്ന് ആലോചിക്കണം. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങളുള്ളൂ. പെട്ടെന്ന് വിജയിക്കാമെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. സാവധാനം വരുന്ന വിജയങ്ങൾക്ക് ജീവിതകാലം മൊത്തവും വിജയം കാണും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും.